ഇനി നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതി. ബില്ലുകളിൽ 3 മാസത്തിനകം തീരുമാനം എടുക്കണം. തീരുമാനം വൈകിയാൽ അതിന് വ്യക്തമായ കാരണം സംസ്ഥാനങ്ങളെ അറിയിക്കണമെന്നും കോടതി. സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ. കോടതിയുടേത് അതിരുകടന്ന നടപടി. ഭരണഘടനാ ഭേദഗതി 2 ജഡ്ജിമാരാണോ തീരുമാനിക്കുന്നതെന്നും അർലേക്കർ. മാസപ്പടി കേസിലും PM ശ്രീ പദ്ധതിയിലും ബിനോയ് വിശ്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി. മാസപ്പടി കേസിൽ ബിനോയ് വിശ്വത്തിന് ഉത്കണ്ഠ വേണ്ട. കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വീണ വിജയന് അറിയാം. വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഇടതുപക്ഷം പൂർണ്ണ പിന്തുണ നൽകും. PM ശ്രീ നടപ്പാക്കുന്നതിൽ ബിനോയ്ക്ക് വ്യത്യസ്ത അഭിപ്രായം. പ്രതിപക്ഷ നേതാവ് പറയേണ്ട കാര്യങ്ങൾ ബിനോയ് വിശ്വം ഏറ്റെടുക്കേണ്ടെന്നും വി ശിവൻകുട്ടി. എൽസ്റ്റൺ എസ്റ്റേറ്റ് കേസിൽ സംസ്ഥാനം സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകി. ഹർജി നൽകിയത് എൽസ്റ്റൺ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുമ്പോൾ. മുണ്ടക്കായ് ചുരൽമല ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പിന്റെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആലപ്പുഴ കായംകുളത്ത് ചികിത്സാ പിഴവ് മൂലം കുട്ടി മരിച്ചതായി പരാതി. മരിച്ചത് അജിത് ശരണ്യ ദമ്പതികളുടെ മകൾ ആദിലക്ഷ്മി. കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പനിയെ തുടർന്ന്. ആശുപത്രിയിൽ പ്രതിഷേധവുമായി ബന്ധുക്കൾ. ആശാസമരത്തിന്റെ 62ാം ദിനത്തിൽ ഐക്യദാർഢ്യവുമായി പൗരസാഗരം. സമരത്തിലെ സർക്കാർ നിലപാടിനെതിരെ സാംസ്കാരിക പ്രവർത്തകർ. പാവപ്പെട്ട സ്ത്രീകളോട് ഡൽഹിയിൽ സമരം ചെയ്യാൻ പറയുകയല്ല വേണ്ടതെന്ന് സച്ചിദാനന്ദൻ. വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്ന സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരും. മേലുദ്യോഗസ്ഥർക്കെതിരെ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി N പ്രശാന്ത്. അടിമക്കണ്ണാകാൻ ഇല്ല, തനിക്ക് ഡാൻസും പാട്ടും അറിയില്ല, തെറ്റ് ചെയ്തെങ്കിലേ വിധേയനാകേണ്ടതുള്ളൂ. ക്രിമിനൽ കേസ് ഇല്ലാത്ത പീഡോഫിലിയ കേസ് ഒതുക്കി തീർക്കാനില്ലാത്ത ആളാണ് താനെന്നും കുറിപ്പ്. തൃശൂർ വാണിയമ്പാറയിൽ പിക്കപ്പ് വാൻ ഇടിച്ച് കാൽനട യാത്രക്കാരായ 2 പേർ മരിച്ചു. മരിച്ചത് വാണിയമ്പാറ സ്വദേശികളായ ജോണി, രാജു എന്നിവർ. മലപ്പുറം എടപ്പാളിൽ കാർ ദേഹത്തു കയറി 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. 3 പേർക്ക് ഗുരുതര പരിക്ക്. ചാലക്കുടി പോട്ട ബാങ്ക് കൊള്ളയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രം കൊള്ള നടന്ന് 58ാം ദിവസം. ഫെഡറൽ ബാങ്ക് ജീവനക്കാരെ കത്തികാട്ടിയായിരുന്നു മോഷണം. പേരാമ്പ്ര ആശാരിപ്പാറ സ്വദേശി റിജോ ആന്റണി കേസിലെ ഏക പ്രതി. വയനാട് തോൽപ്പെട്ടിയിൽ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. പുലി എത്തിയത് തോൽപ്പെട്ടി ഹൈസ്കൂളിന് സമീപം. റോഡിലൂടെ പുലി പോകുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ജമ്മുകാശ്മീരിലെ അക്നൂരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ സൈനികന് വീരമൃത്യു. ജെയ്ഷെ കമാൻഡർ അടക്കം 3 ഭീകരരെ വധിച്ച സൈന്യം. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുന്നു. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. റാണ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്ന് റിപ്പോർട്ടുകൾ. റാണയെ NIA ഇന്നലെ ചോദ്യം ചെയ്തത് 3 മണിക്കൂർ. ഇടവേള.